ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഹണി. ഇഡലിയും ദോശയും വെച്ചിട്ട് എന്ത് കാണിക്കുവാന്നല്ലേ വിചാരിക്കണത്? കണ്ടന്റ് ക്ഷാമമായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇഡലിയും ദോശയൊക്കെ ഉണ്ടാക്കി കാണിക്കുന്നതെന്നല്ലേ വിചാരിക്കുന്നത്. ഇത് സാധാരണ ദോശയൊന്നല്ല മക്കളെ, ഇത് മില്ലറ്റ് വെച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ചാമ അഥവാ ലിറ്റിൽ മില്ലറ്റ് വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. ഇതിന് വളരെയധികം ആരോഗ്യ ഗുണങ്ങളുണ്ട്. ഇനി ഇഡലിയും ദോശ മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നല്ലേ വിചാരിക്കണം. അല്ല, കഞ്ഞി, പുട്ട്, ഉപ്പുമാവ്, വേണമെങ്കിൽ നമുക്ക് ചപ്പാത്തി വരെ ഇത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇതിന് വളരെയധികം ഔഷധ ഗുണങ്ങളുണ്ട്. നമ്മളിപ്പം ചാമ അളന്നെടുക്കാൻ വേണ്ടി ഇതുപോലൊരു ഗ്ലാസ്സാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിലോട്ട് നമുക്ക് 1.5 ഗ്ലാസ് അളവിൽ നമുക്ക് ചാമ അരി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചാമ അരി നിങ്ങൾ കണ്ടോ, നല്ല മുട്ട പോലെയാണ് ഇരിക്കുന്നത്. ഇതിങ്ങനെ ഇരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ, ചെറുതാണെന്ന് മാത്രമേ ഉള്ളൂ. ഇതിന് വളരെയധികം ഔഷധ ഗുണങ്ങളുണ്ട്. ഇന്ന് കാണുന്ന എല്ലാ വിധത്തിൽപ്പെട്ട ജീവിതശൈലി രോഗങ്ങൾക്കും ഇതൊരു ഉത്തമ പ്രതിവിധിയാണ്. മാത്രമല്ല, നമുക്കിപ്പോൾ അമിതവണ്ണം, അതുപോലെ തന്നെ കുടവയറ്, പ്രസവശേഷമുള്ള വയറ്, ഇതൊക്കെ കുറയ്ക്കാനായിട്ട് ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ഉള്ളവർക്ക് ഇത് ധൈര്യമായിട്ട് കഴിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഏകദേശം 1.5 ഗ്ലാസ് ചാമയരി എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇതുപോലൊരു ബൗളിലോട്ട് മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത്, സാധാരണ ദോശ ഉണ്ടാക്കാനായിട്ട് നമ്മളെന്താ ചേർത്ത് കൊടുക്കുന്നത്? ഉഴുന്ന്. നമ്മൾ ഒരു 3/4 ഗ്ലാസ് അളവിൽ ഉഴുന്നുകൂടി എടുത്തിട്ടുണ്ട്. അത് വേറൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് ചാക്കരി ചേർത്ത് കൊടുക്കാം കേട്ടോ. ചാക്കരി ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ ചാക്കരി ചേർത്ത് കൊടുക്കുന്നതെന്ന്. നമുക്ക് എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പച്ചരി വേണമെങ്കിൽ പച്ചരി ആകാം, ചാക്കരി, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുത്തരിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. 4 മണിക്കൂറോളം നമ്മളിത് കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേനും ഇത് നന്നായിട്ട് അരഞ്ഞു കിട്ടും. ഞാനിപ്പോൾ റേഷൻ കടയിൽ നിന്ന് മേടിച്ചിരിക്കുന്ന അരി ആയതുകൊണ്ട് നന്നായിട്ട് കഴുകിയെടുക്കുക. അതിൽ മോശം അരിയൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് പെറുക്കി കളഞ്ഞതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് കഴുകി നമുക്ക് മാറ്റി വെക്കാവുന്നതാണ്. എല്ലാം ഇതുപോലെ എടുത്ത് കഴുകുക. അതുപോലെ തന്നെ നമ്മൾ ഈ മില്ലറ്റൊക്കെ കഴുകി എടുക്കുമ്പോഴത്തേനും 3-4 വട്ടം കഴുകി വെള്ളമൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വരുന്നിടം വരെ ഒന്ന് കഴുകുക. അതിന് ശേഷം നമ്മൾ കുതിർക്കാൻ വെക്കുന്ന വെള്ളമില്ലേ, ആ വെള്ളത്തിൽ തന്നെ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇതിൽ വളരെയധികം ഔഷധ ഗുണങ്ങളുണ്ട്. നമ്മുടെ ഈ മില്ലറ്റിലൊക്കെ ആണെങ്കിലുണ്ടല്ലോ ധാരാളം ഫൈബർ ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്നൊന്നും വിശക്കത്തില്ല. മാത്രമല്ല, ഇതിൽ കാൽസ്യം ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, എല്ലാവിധത്തിൽപ്പെട്ട ഒട്ടുമിക്ക വൈറ്റമിൻസും ഇതിൻ്റെ അകത്തുണ്ട്. അതുപോലെ മാത്രമല്ല മിനറൽസും ഉണ്ട്. അതുകൊണ്ട് നമുക്കിത് ധൈര്യമായിട്ട് കഴിക്കാം. നമ്മളിത് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഏകദേശം 1 സ്പൂൺ അളവിലാണ് ഉലുവ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കാരണം നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോൾ ഉലുവ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ദോശ നല്ല സോഫ്റ്റ് ആവാനും അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവാനും സഹായിക്കുന്നതാണ്. നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുമ്പോൾ ഇത് ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ. മുത്തശ്ശിമാരോടൊക്കെ ചോദിച്ചാൽ അറിയാം, അവർ മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ ഉലുവ. ഇനി ഞാൻ ഈ മില്ലറ്റിൻ്റെ ഔഷധ ഗുണങ്ങൾ പറയുന്നില്ല, കാരണം ഞാൻ ഇതൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഇനി എന്തായാലും ഇതുപോലെ നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്, നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് അരയ്ക്കുന്ന സമയത്ത് ഒരു തവി ചോറ്, ഞാനിപ്പം 4 മണിക്കൂറോളം ഇത് കുതിരാൻ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു തവി ചോറ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ അരച്ചെടുക്കുക. ഇത് അരച്ചിട്ട് നമുക്കിതുപോലെ ഓരോന്നോരോന്ന് എടുത്തിട്ട് അരച്ചെടുക്കാവുന്നതാണ്. നമ്മൾ മില്ലറ്റ് കുതിർത്ത വെള്ളം കളയുന്നില്ല, അതിൽ തന്നെയാണ് ഇതെല്ലാം അരച്ചെടുക്കുന്നത്. ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇത് ഒരു ഓവർ നൈറ്റ് വെക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ദോശ വെക്കത്തില്ലേ, അതുപോലെ തന്നെ വെക്കാവുന്നതാണ്. അതിനുശേഷം ഇപ്പം നിങ്ങൾ രാവിലെ കലക്കി വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വൈകിട്ട് ഇത് ചുട്ടെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ദോശ ചുടുന്ന വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, അത് എൻ്റെ അടുത്തുനിന്ന് മിസ്സായിപ്പോയി, അതുകൊണ്ട് അത് കാണിക്കുന്നില്ല കേട്ടോ. എല്ലാവരും ക്ഷമിക്കണം. ഇനി നിങ്ങൾ ദയവായിട്ടും ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിന് വളരെയധികം ഔഷധ ഗുണങ്ങളുണ്ട്. കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാവുന്നതാണ്. രുചിക്കും മുൻപനാണ്, ഗുണങ്ങൾക്കും മുൻപനാണ്. അതുകൊണ്ട് ദയവായിട്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പ്ലീസ്. താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റ, ബൈ ബൈ, ഓക്കെ.